മക്കളെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പം ഞങ്ങൾ റെസ്റ്റോറന്റിൽ നിന്ന് കാപ്പി ഒരു കുഴപ്പമില്ല. എന്നാലും നട്ടം പറഞ്ഞ ആളുകൾ വരുന്നതിന് ഒരു കുറവുമില്ല. അവിടെ പൊളിച്ചു ഇവിടെ പൊളിച്ചു, അത് തകർത്തു ഇത് തകർത്തു. എന്താ പോയത് കേട്ടില്ലേ? ഇന്നും കൊടുത്തു കുറച്ച് രൂപ. എന്താ ചെയ്യാ? ഇനിയിപ്പോ ഞങ്ങളുണ്ടല്ലോ, പേടിക്കേണ്ട ആവശ്യമില്ല. സാറുമാരെ, സാറേ സാറേ സാറുമാരെന്ത് ഇവിടെ? സാറുമാരെന്ത് ഇവിടെ? ഞങ്ങളിപ്പോ ഇവിടെ ഉണ്ട്, അതാണ് ഇവിടെ. താനെന്താ ഇവിടെ? എന്റെ തട്ടുകാട് ഇവിടുത്തെ സാറിന് വട്ടുമൂത്തുമ്പോ അടിച്ചു പൊടിച്ചു കളഞ്ഞു. ഇന്ന് രാവിലെ വരുമ്പോ തട്ടുകട അവിടെ കണ്ടല്ലോ. സാറുമാര് കണ്ടോ? ഞാനും കണ്ടു. മോശായന്റെ പേരില്ലേ കുറച്ച് ചിക്കളൊപ്പിയാനുള്ള പരിപാടിയാ. അപ്പൊ തട്ടുകട മാത്രല്ല, ചില തട്ടിപ്പ് പരിപാടികളും ഉണ്ട് അല്ലേ? ജീവിക്കാൻ വേണ്ടിയുള്ള ചില അഭ്യാസങ്ങളാ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നിങ്ങൾ ആ ഡയറക്ടർ സാറെ ലക്ഷ്യടക്കണ്ട്. എന്തിന്? നിങ്ങളുടെ കഥ പറച്ചിൽ സാറിന് ഭയങ്കര ഇഷ്ടമായി. ആ കഥ മുഴുവൻ കേൾക്കുന്ന സാറ് പറയണത് ഒരു പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കേട്ടതാണല്ലോ. അതെ, പക്ഷേ പിന്നെ ഞങ്ങൾ ഇവിടെ ഉള്ള കാര്യം ആ ഡയറക്ടർ അറിയണ്ട. അതെന്താ അറിഞ്ഞ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, തന്റെ ചാൻസ് പോകും. പിന്നെ ഞങ്ങൾ ഒരു പുതിയ പടത്തിന്റെ വർക്കില്ല. പ്രൊഡ്യൂസറും ലൊക്കേഷനും ഒക്കെ ഇവിടെ തന്നെ. ആണോ? അയ്യോപ്പന്റെ തട്ടുകട അതപ്പോഴേ തട്ടിപ്പോയില്ലേ? അയ്യോപ്പന്റെ ചാൻസോ ശരിയാക്കാം. അത് ശരിയാക്കോ? നിനക്ക് ദാഹിക്കുന്നില്ലേ? നമുക്കൊരു സോഡ കുടിച്ചാലോ? വാ ഉണ്ണി, നമുക്കൊരു സോഡ കുടിച്ചിട്ട് വരാം. എനിക്ക് വേണ്ട, നിങ്ങൾ പോയി കുടിച്ചോ. പിന്നെ ഉണ്ണി ഉണ്ണി എങ്ങോട്ടും പൊക്കളയരുത്. പോലെ പോയി സോഡ കുടിച്ചിട്ട് വേണോ? നല്ല പ്രശ്നാവുമല്ലോ. സോഡ കുടിച്ചാലോ? അതല്ല, ഐസ്ക്രീം കഴിക്കുന്ന ഒരു കുട്ടി. ആഹാ, മിടുക്കൻ. പിള്ളേരായ ഇങ്ങനെ വേണം. പെരുമാൾ സാർ പറഞ്ഞു, നീ മറന്നോ? എന്ത്? ഐസ്ക്രീം കഴിക്കുന്ന കുട്ടിയെ കണ്ട ഉണ്ണിക്ക് പ്രശ്നം. അയ്യോ, മോൻ ഐസ്ക്രീം കഴിക്കാ? അല്ല, ഷേവ് ചെയ്യാ. കൊള്ളാം, നല്ല മിടുക്കൻ പയ്യൻ. പിള്ളേരായ ഇങ്ങനെ വേണം. അല്ല പള്ള? പോടാ പന്നി. ഇവനാ സദാമിന്റെ മോനാ? സദാമിന്റെ ബാപ്പ. ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. ഉണ്ടടാ. കരയല്ലേ പോടാ പന്നി. സാറെന്താ പതിവില്ലാതെ ഇവിടെ? ഇവിടെ ബോംബ് ഇവിടെ ബോംബുണ്ടോന്ന് ഞാൻ പരിശോധിക്കാൻ വന്നതാ. എന്താ, എന്ത് പറ്റി മോനെ? എന്റെ ഐസ്ക്രീം 2 തെണ്ടികളെ വാങ്ങി കളഞ്ഞു. ഇനി ഐസ്ക്രീം തിന്നാ എന്നെ കൊന്നാളെന്ന് പറഞ്ഞു. എന്റെ മോന്റെ ഐസ്ക്രീം വാങ്ങി വലിച്ചെറിയാനും അവനെ കൊല്ലുമെന്ന് പറയാനും ഇവിടെ ആർക്കാ കഴിയും? പോയി വാങ്ങിക്കളയാണ്ട് ഐസ്ക്രീം നോക്കി കേള കൊടുക്കണ കാഴ്ച. നടന്നോ? ഏതവനാ നിന്നെ തടയുന്നോന്ന് എനിക്കൊന്ന് കാണണം. കാശ് കാശ്. വീണ്ടും പ്രശ്നം. സോഡ കുടിച്ചിട്ടാണോ? അതല്ല, ആ പയ്യൻ 2 ഐസ്ക്രീം ആയിട്ട്. ആഹാ, ബ്യൂട്ടിഫുൾ. നീ വീണ്ടും മറന്നോ? പെരുമാൾ പറഞ്ഞു. നിന്നോടല്ലേടാ പറഞ്ഞ തിന്നല്ലേ ഐസ്ക്രീം അടിച്ച് തിന്നല്ലേ എന്റെ മോന്റെ അടുത്താണ് നിന്റെ അഭ്യാസം. ഭാവിയിലെ ഡിവൈഎസ്പി ആണവൻ. ഇഞ്ചിക്കുട്ടിയെ കുട്ടും പറഞ്ഞേക്കാം. ഇതല്ലേ സാറേ, ഞാൻ സത്യം തുറന്നു പറയാം. സത്യമാണ് എനിക്ക് കേൾക്കേണ്ടത്. അത് കേട്ടിട്ട് കുറെ കാലമായി. പറ. സാറിന്റെ പ്രായത്തിലുള്ള ഒരു മകൻ എനിക്കുണ്ടായിരുന്നു. എന്റെ പ്രായമുള്ള മോന? സാറിന്റെ മകന്റെ പ്രായമുള്ള ഒരു മകൻ എനിക്കുണ്ടായിരുന്നു. അവൻ എന്ത് പറ്റി? അവൻ ഇതേ ഐസ്ക്രീം കഴിച്ച് മരിച്ചു. സോറി ബ്രദർ, എനിക്കറിയില്ലായിരുന്നു. താങ്ക് യു സാർ. നില്ല അവിടെ. നിന്നെ ഇവിടുന്ന് പ്രശ്നം ഒതുക്കുന്നില്ല. ഊമയാണല്ലേ? ഊമയായതുകൊണ്ട് നിന്നെ വെറുതെ വിടുന്നു. പൊയ്ക്കോ. താങ്ക് യു സാർ. സംസാരിക്കോ പാപ്പ? ചില ഊമകൾ സംസാരിക്കും. വാ, നമുക്ക് പോവാം. ആ ഇടിവെട്ടിന്റെ ഒടുക്കത്തെ ഇടി അടിവേറ് കലങ്ങിന്നാ തോന്നണത്. ഇതെല്ലാം അനുഭവിക്കാൻ നമ്മുടെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവടാ. അയ്യോ, അവനെന്തേ? ഉണ്ണേ 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 ഉണ്ണി വെറുതെ ആളെ പേടിപ്പിച്ചളഞ്ഞു. വണ്ടി തിരിച്ച് ഇങ്ങോട്ട് വാ. നീ പോരാ, നിക്ക്.
നിർത്ത് അമാരല്ലേ വരുന്നത്? അവന്മാര് നമ്മളെ പറ്റിയാ പറയുന്നു തോന്നുന്നു. ഇതവിടെ പോയി. എന്റെ മോനെ. താങ്ക് യു സാർ. വരട്ടെ. കേറിക്കോ. ആ വണ്ടി പോട്ടെ. താങ്ക് യു. അയ്യേ, ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഫുഡല്ലേ അതെ, ഇതൊക്കെ ഇവരെങ്ങനെ കഴിക്കുന്നു? ഇതെന്താ ഇത്? ഇതാണ് ദിസ് ഈസ് പിസ പൈ. പിസ പൈൽസോ? നോ, പിസ പൈ. ഇറ്റലിയിലെ റോയൽ ഫാമിലീസ് കഴിക്കുന്നത് ഇത്തരം ഫുഡാണ്. ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഛർദിക്കാൻ പറ്റും. ഇതൊക്കെ കഴിക്കാൻ ഒരു യോഗം വേണം. ഇതൊക്കെ കഴിച്ചാലേ രോഗം വരും, രോഗം. ഇടോ, വായിൽ വെച്ച് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അയ്യ, ഇതൊക്കെ കഴിച്ചത് വായിൽ വെച്ചല്ലേ? ഓ, വായിൽ വെക്കാൻ പറ്റിയ സാധനം തരാം. ചാന്തേ, ഏത് രീതിയിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഞാനൊരു ഇന്റർനാഷണൽ കുക്കാ. അതാ. ഓ, കുക്കല്ല, ഇന്റർനാഷണൽ കൊക്ക. അതെ. തന്നെ ചൈനീസും ഇറ്റലിയും ഹോങ്കോങ് അമേരിക്കയല്ല ഇന്നോളം നിർത്തിക്കോ. ആ, ഇനി മുതൽ വായിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് ഉണ്ടാക്കുന്നെങ്കിൽ തന്റെ ജോലികളെ തീർപ്പിക്കും. ചാന്തേ, നമ്മൾ എത്ര സായിപ്പന്മാർക്കും മദാമ്മമാർക്കും വെച്ച് വിളമ്പിയിട്ടുണ്ട്. അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഒരു താങ്ക്സ് പറഞ്ഞു പോകുമ്പോ നമ്മൾ രണ്ടാളും ഒരുമിച്ചിരുന്നു കുളിര് കോരിയിട്ടില്ലേ? ഇവന്മാർക്ക് എന്തുണ്ടാക്കി കൊടുത്തിട്ടും കാര്യമില്ല ഏട്ടാ. എന്നാ പിന്നെ യവന്മാർക്കിട്ടൊരു പണി കൊടുത്താലോ? എന്തു പണി? യവന്മാരെ കൊണ്ട് എരുമച്ചാണകം തിരിക്കണം. അയ്യേ. ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു കപ്പ് എരുമച്ചാണകം മിക്സിയിലിടുക. പിന്നെ ഒരു കപ്പ് വെണ്ണ, പൈനാപ്പിൾ, ആപ്പിൾ, പഴം, മുന്തിരി, പൂവമ്പഴം ഒക്കെ കൂടെ എടുത്ത് മിക്സിയിലിട്ട്, പിന്നെ ഒരു ഗ്ലാസ് പാലും തേനും ഒക്കെ കൂടെ എടുത്ത് മിക്സിയിലിട്ട് അടിക്കുക. 5 മിനിറ്റ് സംഗതി റെഡി. അതിനെടുത്തൊരു ഗ്ലാസ്സിലേക്ക് പകർന്ന് സ്ട്രാ ഇട്ട് കൊടുത്താ സാധനങ്ങൾ ഇട്ടാ പിന്നെ നമുക്ക് തന്നെ കഴിച്ചാ പോരെ? ശരിയാണല്ലോ, ചാണകം അവോയ്ഡ് ചെയ്യാം. ഒരു മിനിറ്റ്, ഒരു സാധനം വെച്ച് മറന്നുപോയി. സാധനം വേറെയും ഉണ്ട്. ദരിദ്രവാസികള്. പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാം പോലഴകുള്ളവരായിരുന്നു. ആണുങ്ങളായി വളർന്നവരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. മുത്തുകടഞ്ഞ കതിർമുഖവും ചങ്കുകടഞ്ഞ കഴുത്തഴകും അലിലയ്ക്കൊത്തോരണിവയറും പൂണൂൽ പരിചൊത്ത പൂഞ്ചുണം. പൊക്കിൽ കുഴിയും പുറവടിവും പൊന്നിലസിട്ട മണിയരെയും അങ്കത്തഴമ്പുള്ള പാദങ്ങളും പാദങ്ങൾക്കൊത്ത മേതി